കത്ത് വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് മുൻമന്ത്രി ഡോക്ടർ ടി തോമസ് ഐസക് പറഞ്ഞു. ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. CPM-നെതിരായ കത്ത് വിവാദത്തിന് പിന്നിൽ വലിയ ചിന്തകളും ഗൂഢാലോചനയും ഉണ്ടെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. വിവാദ കത്ത് ചോർന്നു കിട്ടിയെന്നാണ് പറയുന്നത്. ആരോപണം ഉന്നയിച്ച ആൾ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിലിട്ട കത്താണിത്. അതെങ്ങനെ രഹസ്യരേഖയാവുമെന്ന് തോമസ് ഐസക് ചോദിച്ചു. ഇപ്പോഴല്ലോ കത്ത്, മാസങ്ങൾക്ക് മുമ്പ് എഴുതിയതല്ലേ? എഴുതിയിട്ട കത്ത് അപ്പോഴേ ഡൊമൈനിലുള്ളതല്ലേ? അതിനുശേഷം എത്ര മാസം കഴിഞ്ഞു? അപ്പം അന്ന് ഇറങ്ങിയ കത്ത് അത് തന്നെ അദ്ദേഹം പബ്ലിക് ഡൊമൈനിലിട്ടത് ഇന്നെന്തോ രഹസ്യകത്തായിട്ട് വാർത്താ സംപ്രേഷണമായി ഉണ്ടാക്കുന്നതിന് പിന്നിൽ എന്തെന്ന് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. രാജേഷ് കൃഷ്ണയുമായി ചേർത്ത് വെച്ച് തനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആരോപണങ്ങൾ ഷെർഷാദ് പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ലഭ്യമായ സാധനം ഇത്രയും മാസം കഴിഞ്ഞിട്ട് ഇന്നെടുത്ത് വിവാദമാക്കി ഇങ്ങനെ എൻ്റെ തന്നെ അഭിപ്രായമൊക്കെ ചോദിച്ചു വരണമെങ്കിൽ അത് വലിയൊരു ചിന്ത അതിൻ്റെ പുറകിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. പിൻവലിച്ചും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും. പിന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഷെർഷാദിന്റെ ബാങ്ക് വായ്പ മുടങ്ങിയ സമയത്ത് ബാങ്കിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഷെർഷാദിന്റെ മാത്രമല്ല മറ്റു പല കേസുകളിലും ബാങ്കുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വീട് ജപ്തി ചെയ്യാനായെന്ന് പറഞ്ഞ് ആര് സമീപിച്ചാലും ഇടപെടാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊച്ചി.